നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ആർഎസ്എസിനെയും ശിവസേനയെയും കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രത്യേക മാനസികാവസ്ഥയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശിവസേനയെയും സംഘപരിവാറിനെയും കുറിച്ച് പറയുമ്പോഴുള്ള ഒരു തരത്തിലുള്ള പ്രത്യേക മാനസികാവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്താണ് അതിന് കാരണം എന്നറിയില്ല. സർ, ഈ നിലപാടാണ് തിരുത്തേണ്ടത്. പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എത്രമാത്രമാണ് ആർഎസ്എസിനോടും സംഘപരിവാറിനോടും സമരസപ്പെട്ടു പോകുന്നത് എന്ന് പൊതുവായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പ്രകടനമാണ് സാർ ഇവിടെ കണ്ടത്. അതിൻ്റെ പ്രകടനത്തിന് നേരെയാണ് എൻ്റെ വാചകങ്ങൾ ഉണ്ടായത്. പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ. സൗമ്യ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വിവാദ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് എത്തിയത് തന്നെ. അതായത് ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണോ എന്ന് താൻ സംശയിക്കുന്നതായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ ശൂന്യവേളയിൽ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് മുദ്രാവാക്യങ്ങളുമായി സഭയിലേക്ക് ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിയത്. മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്ന് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ സ്പീക്കർ ആ സമയത്ത് നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രസ്താവന സംബന്ധിച്ചും അല്ലെങ്കിൽ അത് സഭാരേഖകളിൽ നീക്കണമെന്നും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് പരിശോധിക്കാമെന്ന് സ്പീക്കർ ഒരു തവണ റൂളിംഗ് നൽകിയതായിരുന്നു. ഒരു തവണ റൂളിംഗ് നൽകിയ വിഷയത്തിൽ രണ്ടാമത് വീണ്ടും ഒരു ചർച്ച വേണ്ട, പ്രത്യേകിച്ച് ചോദ്യോത്തരവേളയിൽ ഒരു ഡിബേറ്റ് വേണ്ട എന്നാണ് സ്പീക്കർ പറഞ്ഞത്. മുഖ്യമന്ത്രിയും ആ സമയം നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പ്രതിപക്ഷത്തിന് സംഘപരിവാറിനെയും ശിവസേനയെയും കുറിച്ച് പറയുമ്പോൾ പ്രത്യേക മനോഭാവമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം സംഘപരിവാറുമായി പ്രതിപക്ഷം എത്രത്തോളം സമരസപ്പെടുന്നു എന്നത് പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം ആ സമയത്ത് വലിയ പ്രതിഷേധം വീണ്ടും ഉയർത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്നും ഈ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം പലതവണ ആവശ്യപ്പെട്ടു. വലിയ പ്രതിഷേധമാണ് ചോദ്യോത്തരവേളയിൽ ആ സമയത്ത് സഭയിലുണ്ടായത്. പ്രതിപക്ഷാംഗങ്ങൾ മുൻനിരയിലേക്ക് വന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മുഖ്യമന്ത്രി മറ്റൊരു കാര്യവും പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വെല്ലിലേക്ക് ഇറങ്ങി എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലാണ് പ്രതിപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പച്ചക്കള്ളം പറയുന്നതിന് ഒരു അതിര് വേണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സഭ ചേരുന്ന സമയത്തല്ല, അതായത് സ്പീക്കർ ചെയറിൽ നിന്നും പോയ ശേഷമാണ് താൻ വെല്ലിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നത്. അത് തൻ്റെ സഹ അംഗങ്ങളോട് സംസാരിക്കാനായിരുന്നു. അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് പ്രതിപക്ഷം കാര്യങ്ങൾ പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇത് സംബന്ധിച്ചും വലിയ വാദപ്രതിവാദങ്ങൾ സഭയിൽ ആ നേരം നടക്കുകയുണ്ടായി. സ്പീക്കർ ഇക്കാര്യത്തിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കി. അതായത് സഭാധ്യക്ഷൻ സഭയിൽ ഇല്ലാത്ത സമയത്ത് പുറത്തേക്കിറങ്ങുന്നത്, സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത് അത് സ്വാഭാവികമായ കാര്യമാണ് എന്നാണ് സ്പീക്കർ പറഞ്ഞത്. മുഖ്യമന്ത്രിയും താൻ നേരത്തെ സഭാംഗങ്ങളായിരുന്നപ്പോൾ ഇത്തരം സംഭവങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതായി മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി. ഇത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് സഭയിൽ ഇന്ന് രാവിലെ മുതൽ നടന്നത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും സ്പീക്കർ ഇക്കാര്യത്തിൽ പരിശോധിക്കാമെന്ന് നേരത്തെ റൂളിംഗ് നൽകിയതിനാൽ ഇനി ആ പരിശോധിച്ച ശേഷം സ്പീക്കറുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകും. അതുവരെ പ്രതിപക്ഷാംഗങ്ങൾ കാത്തിരിക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. എന്നാൽ പൊടുന്നനെ തന്നെ ഒരു നടപടി വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് ചെയറിന്റെ അവകാശമാണ്. എപ്പോൾ നടപടി സ്വീകരിക്കണമെന്ന് എന്നത് സ്പീക്കർ ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭ ബഹിഷ്കരിച്ചിരിക്കുന്നത്. ചോദ്യോത്തരവേളയിൽ തന്നെ തങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു റൂളിംഗ് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇന്ന് രാവിലെ പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് നടപ്പാക്കാത്തതിനാലാണ് ചോദ്യോത്തരവേള തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ പുറത്തേക്കിറങ്ങി വന്നിരിക്കുന്നത്. സൗമ്യ, ജിതൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം, അതിനുശേഷം അവർ സഭ ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയും ചെയ്തു.